ഇന്ന് 9 മണി മുതൽ 10:30 വരെ നമ്മൾ കണ്ടത് ബിഗ് ബോസ് ആണോ അതോ സ്റ്റാർ മാജിക് ആണോ? ഒരു പുല്ലും ഇല്ല, ഒരു പുണ്ണാക്കവും ഇല്ല. ഇവർക്ക് ടാസ്കുകൾ കൊടുത്തു പോകാനുള്ള ഡേ അല്ല ഇത്. 84ാമത്തെ ഡേ ആണോ? അതിഭയങ്കരമായി പ്രേക്ഷകർ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വീക്കെൻഡ് ആണ്. സെക്കൻഡ് ലാസ്റ്റ് വീക്കെൻഡ്. ഇനി അടുത്ത ആഴ്ചത്തെ ഒരൊറ്റ വീക്കെൻഡേ ഉള്ളൂ. അതിനകത്ത് ഒരു കാരണവശാലും ഒന്നും ചോദിക്കത്തില്ല. കാരണം നമുക്കറിയാം ഫിനാലയ്ക്ക് മുമ്പുള്ള വീക്കെൻഡിൽ ഒരു വകയും ചോദിക്കൂല. പിന്നെ വരുന്നത് ഡയറക്റ്റ് ഫിനാലെ. പിന്നെ എന്തോന്നിരിക്കുന്നു ഇന്ന് നോക്ക്. ടിക്കറ്റ് ഫിനാലയുടെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കായിരുന്നു. അഭിഷേക് ജിൻഡോ വിഷയം, 2 പേർക്കും വാണിങ് കിട്ടാനുള്ള സാധനമാണ്. 2 പേർക്കും ജിൻഡോ പിടിച്ച് തള്ളിയതും അഭിഷേക് കഴുത്തിന് കുരുക്കിട്ടതും രണ്ടും തെറ്റി തന്നെയാണ്. ഇത് 2 ക്വസ്റ്റ്യൻ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് വിട്ടു. നിങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ഒരൊറ്റ ഡയലോഗ് തീർത്തു. ടാസ്കുകളുടെ കൂമ്പാരം ഇന്ന് കടങ്കഥ, പഴഞ്ചൊല്ല്, പിന്നെ പേരെഴുത്തുകൾ, ഇത് എന്തോന്നാണിത്? നാക്കുളുക്കൾ, ടങ് ട്വിസ്റ്ററുകൾ, വെറും പരമബോറ് എന്ന് പറഞ്ഞാൽ പരമബോറ്. നമ്മൾ ഇതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് കാണിക്കാം അല്ലേ? നമുക്ക് ഭയങ്കര വലിയ സാധനം ഹിന്ദി ബിഗ് ബോസ് പോലെ തമിഴ് ബിഗ് ബോസ് പോലെ ഒന്നും വേണ്ട. നമ്മൾ അത്രയ്ക്കൊന്നും പറഞ്ഞില്ല, ഒരു മിനിമം സ്റ്റാൻഡേർഡ് കാണിക്കാം. 84ാമത്തെ ദിവസമല്ലേ? 48, 38, 28 ആണോ? ഇത് എന്തോന്നടേ ഇത്? എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത്? വീക്കെൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആകെക്കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടന്റ്, നല്ലൊരു കണ്ടന്റ് എന്ന് പറയാനായിട്ട് നോറയുടെ ആ ഒരു എവിക്ഷനാണ്. ആ ഒരു എവിക്ഷനും സീക്രട്ട് റൂമിലാക്കിയതും ഒക്കെ. അതെങ്കിലും ഇത്തിരി നേരം ഒന്ന് കാണിക്കാമായിരുന്നു. പക്ഷെ അതവർ കാണിച്ചില്ല. അതും കാണിക്കാതെ എപ്പിസോഡ് വീക്കെൻഡ് വൈൻഡപ്പ് ചെയ്തു. കാരണം നാളെ ടെലികാസ്റ്റ് ചെയ്യാൻ കണ്ടന്റ് വേണമല്ലോ. അപ്പം കണ്ടന്റ് വേണമെങ്കിൽ ഇന്ന് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നോറ ഔട്ടായി, സീക്രട്ട് റൂമിലാക്കിയിട്ടുണ്ട്. സീക്രട്ട് റൂം എന്നൊന്നും എടുത്ത് പറയാനില്ല. നമ്മുടെ ആക്ടിവിറ്റി ഏരിയ തന്നെ സീക്രട്ട് റൂം അറേഞ്ച്മെന്റ് ആണ്. TV വെച്ചിട്ടുണ്ട്, ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നോറ പ്രേതമായിട്ട് വീട്ടിനകത്ത് കയറും. ജാസ്മിനൊക്കെ നിന്ന് പറയുന്നുണ്ട്. ഇന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ പ്രൊമോയിൽ കാണിക്കുകയാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ പറയാം. ഇന്ന് ഡേ 84 ജൂൺ 2-ാം തീയതിയിലെ ലാലേട്ടൻ്റെ ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ജെനുവിൻ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ ചാനൽ ഫോളോ ചെയ്യുമാണ്. അപ്പം ആദ്യം തന്നെ അന്ന് ഇന്നലത്തെ പോലെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അർജുൻ്റെയും ജാസ്മിൻ്റെയും മറ്റേ പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഭർത്താവും ഭാര്യയും ആ ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നു. അതിനുശേഷമാണ് ചവിട്ട് നാടകം ടാസ്ക്, നമ്മുടെ സീസോയിൽ ചവിട്ട് നിൽക്കുന്ന ടിക്കറ്റ് ഫിനാലെ ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നു. നോറയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ജിൻഡോ ഷൂ ഊരിയ കേസെല്ലാം ചോദിക്കുന്നു. എന്തിനാണ് ഷൂ ഊരി നിന്നതെന്ന്. പിന്നീട് അഭിഷേകിൻ്റെ അടുത്ത് 3 സെക്കൻഡ് നിന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ജാസ്മിൻ 2 മിനിറ്റ് നിന്ന കാര്യം പറയുന്നു. അവൻ നോറ പറയുകയാണ് ടെക്നിക്കൊന്നും ഇല്ല, ഞാൻ തോക്കും എന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷേ ഞാൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നതാണ് എൻ്റെ വിജയം എന്ന് പറഞ്ഞു. അടുത്ത് പൂച്ചയ്ക്കാര് മണികെട്ടും ടാസ്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ജാസ്മിൻ പൂച്ചയെ കല്യാണം കഴിച്ചോ? അപ്പോൾ ജാസ്മിൻ അത് ലാലേട്ടൻ വന്നിട്ട് അവിടെ മണി വിളിക്കുക. ഞാനാ? അല്ല, CID രാംദാസ്. എനിക്ക് കിട്ടൂല എന്ന് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞിരുന്നു. സായിയും സിജോയൊക്കെ എന്നെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തു. അത് നമ്മൾ ചുമ്മയാണ് ഇറിറ്റേറ്റ് ചെയ്തത് ജാസ്മിനെ. അത് നമുക്കറിയത്തില്ലല്ലോ ചുമ്മയാണെന്നുള്ളത്. അപ്പം ലാലേട്ടൻ ഇങ്ങനെ പൂച്ചയ്ക്ക് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ഒത്തിരി ആ പൂച്ചേനെ ഉപദ്രവിച്ചു. അപ്പോൾ ജാസ്മിൻ അല്ല, അവിടെ ലാലേട്ടൻ വന്ന് CID രാംദാസ് ഒന്ന് വിസിലും മണിയൊക്കെ അടിച്ച സമയത്ത് ഇവിടെ കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പോഴാണ് ഈ സായിയും സിജോയൊക്കെ ചിരിച്ചത്. അപ്പോൾ ലാലേട്ടൻ ജിൻഡോയുടെ കണ്ണട എവിടെ പോയി? ജിൻഡോ പോക്കറ്റ് വെച്ചിരിക്കാൻ. പോക്കറ്റ് വെക്കാനല്ല കണ്ണട, നേരത്തെ കണ്ണിൽ പോയി. അപ്പോൾ ജിൻഡോ അത് വിസിലാണോ മണിയാണോ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിപ്പോയി ലാലേട്ടാ. അപ്പം നോറ അത് ഇവിടെ ചെവി ഇവിടെ പൊളിഞ്ഞു പോയി. ഇവിടെ ഓരോ പൂച്ചയുടെ ചെവി വരെ അവിടെ പൊളിഞ്ഞു പോയി. അപ്പോൾ ലാലേട്ടൻ പുതിയ പേരൊക്കെ കിട്ടിയല്ലോ നോറ മോൺസ്റ്റർ. അതെ കിട്ടി. അഭിഷേക് എന്തിനു കിടന്ന് ഉറങ്ങി? അത് ലാലേട്ടൻ എനിക്ക് ഈ സാധനങ്ങളൊന്നും എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. അപ്പം നാളത്തെ ടാസ്കെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പം എനിക്കെല്ലാം ഓർക്കാനൊന്നും പറ്റില്ല. അപ്പം ജാസ്മിൻ ലാലേട്ടൻ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, ഞാൻ ഒരളി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒളരി എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. എനിക്ക് ഒരളിന്ന് എന്നിട്ട് അല്ല ഒരളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് തെറ്റിച്ച് പറഞ്ഞു കൊടുത്ത അവസാനം അതങ്ങ് ശരിയാവുകയും ചെയ്തു. അപ്പോൾ ലാലേട്ടൻ മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ശ്രീതു ഒന്നുകൂടെ പറയൂ. അത് എന്താ കുതിര എഴുതും മുതിരെ അതിരിലെ മുതിര, അതൊന്നുകൂടെ ശ്രീതു പറയുവാണ്. അപ്പം എന്നിട്ട് ശ്രീതു അത് വന്ന് ഞാൻ ரொம்ப ட்ரை பண்ணிட்டேன், അപ്പം ഞാൻ വന്നത് മുടിച്ചിട്ട് സൂപ്പറാതെ ഞാൻ മുടിച്ചിട്ട്. അതിനുശേഷം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങൾ തരാം, അടുത്ത് കൊടുത്തു വിടുന്നുണ്ട്. മുന്നേ പരമപോറ് ഒരു ബൗളിനകത്ത് കുറേ ലോട്ട് ഇട്ടിട്ട് അതിനകത്ത് കുറേ ടങ് ട്വിസ്റ്ററാണ്. അത് എടുക്കുന്നയാൾ അത് 5 തവണ പറയണം. ഓക്കെ, അപ്പോഴേ ഋഷി എടുക്കുന്നു.
ഋഷി എടുത്ത സാധനം, ഋഷി ആദ്യം ലോട്ട് എടുക്കുന്നു. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി, അതാണ്. ജാസ്മിൻ എടുക്കുന്നു വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. ജിൻഡോ എടുക്കുന്നു പേര് മണി, പണി മണ്ണ് പണി. നോറ എടുക്കുന്നു എന്താണ് നോറ എടുക്കുന്നത് തണ്ടുരുളും തടിയുരുളും, തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. ശരിയാണെന്ന്, കുരുമുളക് ഉരുളും, അതാണ്. അടുത്ത് സായി എടുക്കുന്നു പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു. ശ്രീതു എടുക്കുന്നു രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. അർജുൻ എടുക്കുന്നു അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു, അത്. സിജോ എടുക്കുന്നു സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അഭിഷേക് എടുക്കുന്നു ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല, മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളൂല. അപ്പോൾ അതും അങ്ങനെ പറഞ്ഞ് 5 തവണ വെച്ച് പറയുകയാണല്ലോ. അപ്പോൾ എപ്പിസോഡ് നീളം കൂടുകയാണല്ലോ, അതും തീരുന്നു. അടുത്ത മുഖമുദ്ര ടാസ്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇവിടെ അവസാനം അടിയൊക്കെ ആയല്ലോ. അഭിഷേക് ജിൻഡോ എന്താണ് നമ്മൾ ആ ഗെയിം സ്പിരിറ്റിൽ എടുത്തു ലാലേട്ടാ. ജിൻഡോ പറയണം അതെ നമ്മൾ തമ്മിൽ സോൾവ് ആക്കി. സാധാരണ വീട്ടുകാർ സോൾവ് ആക്കിയ സാധനം ലാലേട്ടൻ കുത്തിപ്പൊക്കി അവരെ വീണ്ടും ഉടക്കാക്കും. ഇത് ഇവർ സോൾവ് ആക്കിയത് ഭയങ്കര ഒരു അറ്റാക്കാണ്. ടാസ്കിൻ്റെ പേരിലല്ലായിരുന്നെങ്കിൽ 2 പേരും പുറത്തു പോകാനുള്ള ഇജക്ഷൻ സംഭവിക്കാനുള്ള ഒരു സാധനമാണത്. അത് മാത്രമല്ല ശ്രീതു നന്ദന കേസരിയും അതുപോലെയായിരുന്നു. അപ്പം അതിനെയൊക്കെ അങ്ങ് കൈ ഒഴിഞ്ഞങ്ങ് വിട്ടു. ലാലേട്ടൻ പറയല നിങ്ങൾ സോൾവ് ആക്കി നന്നായില്ലെങ്കിൽ നമ്മൾ സോൾവ് ആക്കേണ്ടി വന്നേനെ, അങ്ങ് തീർത്ത് അതിനങ്ങ്. അപ്പം നോറ പറഞ്ഞത് എന്നെ ടാർഗറ്റ് ചെയ്തു, ഇവർ ഏത് ടാസ്ക് വന്നാലും എന്നെ ടാർഗറ്റ് ചെയ്യുവാണെന്ന് പറയുന്നു. സിജോയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നോറയെ ടാർഗറ്റ് ചെയ്തു. ഇല്ല അത് നോറയ്ക്ക് തോന്നുന്നു, പക്ഷേ നോറയെ തന്നെയാണ് അവിടെ ഒരാളെന്നല്ല എല്ലാവരും നോറയെ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഏറ്റവും രസമുള്ള ആളെ ടാർഗറ്റ് ചെയ്ത് ആദ്യം വെളിയിൽ കളയാനാണ് നോക്കുന്നത്. പിന്നീട് സിജോയും ജാസ്മിനും നിന്നുകൊണ്ട് ന്യൂസ് അവതരണം, ടിക്കറ്റ് ഫിനാലയുടെ ന്യൂസിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു വളരെ രസകരമായിട്ട് സൂപ്പറായിട്ട് 2 പേരും സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട പോലെ CID രാംദാസ് ഹോളോഗ്രാമി വരുമ്പോൾ ലാലേട്ടന് സുഖമാണോ, ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് എന്തായി നോക്കിയപ്പോൾ ആ ടാസ്ക് എല്ലാം സൂപ്പർ ആയിരുന്നു എന്നൊക്കെ CID രാംദാസ് 2 വാക്ക് പറയുന്നു. അതും തീരുന്നു. എപ്പിസോഡിൻ്റെ ലെങ്ത് തീരാത്തത് കൊണ്ട് വീണ്ടും പുതിയൊരു ടാസ്ക് കൊടുക്കുകയാണ്. ഒരാൾ കണ്ണ് കെട്ടണം, അയാളുടെ മുതുകിൽ ലാലേട്ടൻ്റെ സ്റ്റേജിൽ ലാലേട്ടനോട് ഒരു ബോർഡുണ്ട്, ആ ബോർഡിൽ ഒരു സംഭവം എഴുതും. അപ്പോൾ ലാലേട്ടൻ ആ ബോർഡിൽ എഴുതിയ സംഭവം പിറകിൽ നിൽക്കുന്ന ആൾ ഫ്രണ്ടിൽ കണ്ണ് കെട്ടി നിൽക്കുന്ന ആളുടെ മുതുകിൽ എഴുതണം. അയാൾ അതെന്താണ് എഴുതിയെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ബോർഡിൽ എഴുതണം. അപ്പോൾ ലാലേട്ടൻ ആദ്യം മൃണാളിനി എന്ന് എഴുതുന്നു. നോറ ജിൻഡോയുടെ മുതുകത്ത് എഴുതി കൊടുക്കുകയാണ്. ജിൻഡോ എന്തൊക്കെയോ എഴുതി വെക്കുന്നു, വാളിനിയൊന്നു അങ്ങനെ എന്തൊക്കെയോ എഴുതുന്നു. അടുത്ത് ശ്രീതു ആണ് എഴുതുന്നത്. ശ്രീതുവിൻ്റെ ലാലേട്ടൻ തമിഴിലാണ് എഴുതി കൊടുക്കുന്നത്. മോഹൻലാൽ എന്ന് എഴുതി കൊടുക്കുന്നു. ശ്രീതു മോഹൻലാൽ എന്ന് എഴുതുന്നു. അഭിഷേകാണ് മുതുകിൽ എഴുതി കൊടുക്കുന്നത്. അടുത്ത് ഋഷിയാണ് ജാസ്മിൻ്റെ മുതുകിൽ എഴുതുന്നത്. ഋഷശൃംഗൻ എന്നാണ് ഋഷി എഴുതി കൊടുക്കുന്നത്. ജാസ്മിൻ എന്തൊക്കെയോ എഴുതുന്നു. അടുത്ത് അതിനുശേഷമാണ് ലാലേട്ടൻ, അപ്പോഴാണ് മറ്റേ പ്രൊമോയിൽ കണ്ടതുപോലെ അക്ഷരം എത്ര അക്ഷരമുണ്ട് മലയാളത്തിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചൊരു ചളി വാരി പൊത്തി അടിക്കുന്നത്. പിന്നെ അതിനുശേഷം വെപ്രാളം എന്ന് അർജുൻ സായിക്ക് എഴുതി കൊടുക്കുന്നു. സായി യവപ്രാളം എന്ന് എഴുതുന്നു. അടുത്ത് ജാസ്മിൻ സിജോയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് എഴുതി കൊടുക്കുന്നു. സിജോ ഇളയ പീഡോന്നോ അങ്ങനെ എന്തോ എഴുതുകയാണ്. പിന്നീട് കുസൃതി ചോദ്യങ്ങൾ, ജിൻഡോയുടെ കുസൃതി ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ. പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള എവിക്ഷൻ വരുന്നത്. ഇഷ്ടമുള്ള പൂക്കൾ ഡാലിയയാണ്, കളർ എടുക്കാൻ പറയുന്നു. എന്നിട്ട് ഓരോരുത്തരത്ത് നിങ്ങൾ എടുത്ത കളർ എന്തുകൊണ്ടാണ് ഈ കളർ എടുത്തതെന്ന് ചോദിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലാലേട്ടൻ ഈ സംസാരിക്കുന്ന സമയം കൊണ്ട് ഇപ്പോൾ ശ്രീതു ചുവന്ന കളർ എടുത്തെങ്കിൽ ആ ചുവന്ന പെട്ടിക്കകത്ത് കൊണ്ടുപോയി സേഫ് വെക്കണം. നോറ മഞ്ഞ കളർ എടുത്തെങ്കിൽ മഞ്ഞയ്ക്കകത്ത് കൊണ്ടുപോയി ഡേഞ്ചർ വെക്കണം. ആ സാധനത്തിന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈ സമയം കൊണ്ട് പുറത്ത് എല്ലാ സംഭവങ്ങളും സെറ്റാക്കുന്നു. എപ്പിസോഡിൽ അത് കാണിക്കത്തില്ല. അങ്ങനെ പുറത്ത് ബാക്കി ബിഗ് ബോസ് പറയുന്നു എല്ലാവരും കൂടി വെളിയിൽ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് കളർ പൂവാണോ ഉള്ളത് ആ പൂവിൻ്റെ കളറുള്ള പെട്ടിയുടെ നേരെ നിൽക്കണം. അപ്പം ചെറിയ പെട്ടിയും വലിയ പെട്ടിയുണ്ട്. ചെറിയ പെട്ടിക്കകത്ത് താക്കോലുണ്ട്. താക്കോലെടുത്ത് വലിയ പെട്ടി തുറക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു സാഷ് കിട്ടും. സാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടാനുള്ള ഒരു ഇതുണ്ടല്ലോ, മിസ്സസ് ക്യൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവം കിട്ടും. ആ സംഭവം പച്ചയാണെങ്കിൽ നിങ്ങൾ സേഫ്, ചുവപ്പാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാമെന്ന് പറയുകയാണ്. അഭിഷേക് തുറക്കുന്നു പച്ച, ശ്രീതു പച്ച, സായി പച്ച, ജാസ്മിൻ പച്ച, എല്ലാവരും സേവ്. ഋഷിയും നോറയും മാത്രം ബാക്കിയാവുന്നു. ഒരുമിച്ച് തുറക്കാൻ പറയുന്നു. നോറ തുറക്കുന്നു, എന്താണ് റെഡാണ്. അപ്പോൾ ബിഗ് ബോസ് ഔട്ടായെന്ന് പറയുന്നില്ല, മറ്റൊന്ന് ഇങ്ങനെ പറയുമായിരുന്നു ആരെങ്കിലും ഔട്ടാകുമ്പോൾ നോറ നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്ന് പറയും. പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞില്ല. നോറ നിങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരിക എന്നാണ് പറയുന്നത്. നോറയുടെ മുഖം ഭയങ്കരമായിട്ട് അങ്ങ് ഒരുമാതിരി ആയിപ്പോട്ടെ. അല്ല എനിക്ക് ഓക്കെയാണ്, പ്രോബ്ലം ഒന്നും ഇല്ല എന്നൊക്കെ നോറ പറഞ്ഞുകൊണ്ടൊക്കെ നിന്നെങ്കിലും ഭയങ്കര വാടിപ്പോയി. നമുക്ക് എപ്പിസോഡ് കാണാം. നോറ ഒരുമാതിരി അങ്ങ് ചത്ത് തീർന്ന് ഒരുമാതിരത്തെ ഒരു അവസ്ഥയായിരുന്നു. നേരെ എവിക്റ്റ് ആക്കുന്നു. പിന്നീട് ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് ലാലേട്ടൻ പുതിയൊരാൾ വെളിയിലായിരിക്കുകയാണ്. നോറ വരൂ സ്റ്റേജിലേക്ക്. അപ്പം നോറ പറഞ്ഞില്ല. നോറ എവിടെ? നോറ എവിടെ നമുക്ക് ടി വിയിൽ കാണാമെന്ന് പറയുന്നത്. നോറയെ കൊണ്ടുവരുന്ന ആക്ടിവിറ്റി റൂമിലാണ്. ഒരു സോഫ അവിടെ ഇട്ടിട്ടുണ്ട്, ഒരു ടി വിയും അവിടെ വെച്ചിട്ടുണ്ട്, ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്.
കരയാനുള്ള ടിഷ്യൂ, കരഞ്ഞിട്ട് തുടക്കാൻ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ എൻ്റെ ടിഷ്യൂ എടുത്തിട്ട് ബിഗ് ബോസ് എനിക്ക് ഇവിടുന്ന് കരയാതെ പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷെ എനിക്കൊന്നും പറ്റണില്ലെന്ന് പറഞ്ഞോ ടിഷ്യൂ ഒക്കെ എടുത്ത് തുടക്കുമ്പോൾ ബിഗ് ബോസ് പറയണം നോറ ഹെഡ്ഫോൺ ധരിച്ച് അവിടെ സോഫയിൽ ഇരിക്കാൻ പറയുന്നത്. നോറ ഹെഡ്ഫോൺ ധരിച്ച് സോഫയിൽ ഇരിക്കുമ്പം വീട്ടുകാരിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോറയ്ക്ക് മനസ്സിലാവുന്നില്ല. സീക്രട്ട് റൂമിലാണ് ഞാനെന്നുള്ള കാര്യം നോറയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര ആധികാരികമായ ഒരു സീക്രട്ട് റൂം അല്ല, മുമ്പത്തെ സീസണുകൾ പോലെയുള്ള ഒരു സീക്രട്ട് റൂം അല്ല. അപ്പോഴാണ് ബിഗ് ബോസ് ലാലേട്ടൻ ബാക്കി നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരടുത്ത് ബായ് പറഞ്ഞിട്ട് ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പോവാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇതൊക്കെ മേലെ വന്ന് ഒന്നുമേ എപ്പിസോഡിൽ ഇല്ല. സത്യം ബോറടിച്ച് ചത്ത്. നോറ ലൈവിൽ അവിടെ സീക്രട്ട് റൂമിനകത്ത് ഇരുന്ന് എല്ലാം കാണുവാണ്. അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ഞാൻ എന്തായാലും ഇന്ന് രാത്രി തന്നെ വരും, എന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പം നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.